ഇപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ. സർക്കാർ അരി മോഷ്ടിച്ച് മധ്യപ്രദേശിലെ സ്വകാര്യ ഏജൻസി എത്തനോൾ ബ്ലെൻഡിങ്ങിനായി കൊണ്ടുപോയ അരിയാണ് മോഷ്ടിച്ചത്. കുറഞ്ഞ വിലയ്ക്ക് സർക്കാർ നൽകിയ അരി മില്ലുടമയാണ് സ്വകാര്യ ഏജൻസിക്ക് നൽകിയത്. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എങ്ങനെയാണ് ഈ സ്വകാര്യ ഏജൻസിക്ക് ഈ അരി മോഷ്ടിച്ചെടുക്കാൻ കവർന്നെടുക്കാൻ സാധിക്കുന്നത്? എന്താണ് ഉണ്ടായത്? ഇപ്പോൾ അറസ്റ്റിലായ ആളുകൾ ആരൊക്കെ? അക്ഷയ, ജൂൺ 2-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി ഇപ്പോഴാണ് പുറത്തു വരുന്നത്. 1160 കോടി രൂപ വില മതിക്കുന്ന അരിയാണ് ഇത്തരത്തിൽ സർക്കാർ ഖജനാവിനെ പറ്റിച്ചുകൊണ്ട് മോഷ്ടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂൺ 2-ന് ബാലഘട്ടിലെ നവേഗാവ് വെയർ ഹൗസിൽ നിന്ന് ചിന്ദ്വാരയിലെ ബോർഗാവിലുള്ള AVJ എത്തനോൾ പ്ലാന്റിലേക്ക് അയച്ച 3 ട്രക്ക് അരി ആദ്യം കാണാതാവുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 12 ട്രക്ക് അരികൾ പിന്നീട് സഞ്ജയ്ദിയിലെ റൈസ് മില്ലിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ ആദ്യം 1 ട്രക്കാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. മറ്റു 2 ട്രക്കുകൾ ചരക്ക് പ്ലാന്റിലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ സഞ്ജയ്ദി റൈസ് പ്ലാന്റുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇത് കണ്ടെത്തുകയും ചെയ്യുന്നു. അതായത് ഏകദേശം 5 ലക്ഷം മെട്രിക് ടൺ അരിയാണ് ഇത്തരത്തിൽ ഫോർട്ടിഫൈഡ് അരിയാണ് ഇത്. അതായത് ഈ നമ്മൾ ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്ന ഏറെ വിറ്റാമിനുകളും അതോടൊപ്പം തന്നെ ഏറെ ഗുണഫലങ്ങളുമുള്ള ഫോർട്ടിഫൈഡ് അരിയാണ് ഇത്തരത്തിൽ മറിച്ചു വിറ്റിട്ടുണ്ടായിരുന്നത്. ഇത് പ്രധാനമായും എത്തനോൾ ബ്ലെൻഡിങ്ങിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണിൽ നിന്ന്. പക്ഷേ ഇത് അവിടേക്ക് എത്തിയിരുന്നില്ല. പകരം ഇത് വീണ്ടും ഈ മില്ലിലേക്ക് എത്തി പൊടിപ്പിക്കുന്നതിന് പകരം ഇത് വേറെ ബ്രാൻഡുകളിലാക്കി, വേറെ ബ്രാൻഡ് നെയിമുകളിലാക്കി ഇത് വീണ്ടും FCI ഗോഡൌണിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്നുള്ള അവരുടെ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത്, നെല്ല് അരിയാക്കുമ്പോഴുള്ള ചിലവ് അത് ഒഴിവായി കിട്ടും. അത് സർക്കാരിൻ്റെ തലവിലാകും. സർക്കാരിൽ നിന്ന് മില്ലിംഗ് ചാർജും ഇവർക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. 2300 രൂപ കിൻഡലിന് സബ്സിഡി നൽകിക്കൊണ്ടാണ് സർക്കാർ ഈ അരി ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിനായി നൽകിയിരുന്നത്. ആ ലാഭവും ഈ മില്ലുടമകൾക്കും അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ ഭാഗമായവർക്കും പങ്കിട്ടെടുക്കാം എന്നതാണ് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു തട്ടിപ്പിലൂടെ വ്യക്തമായിട്ടുള്ളത്. വെയർ ഹൗസുകളിലെ പഴയ അരി എത്തുമ്പോൾ, അതായത് FCI ഗോഡൌണിലെ പഴയ അരിയാണ് ഇത്തരത്തിൽ എത്തനോൾ ബ്ലെൻഡിങ്ങിന് കൊടുക്കുക. പക്ഷേ ഇത് ഈ മില്ലുടമകളും എത്തനോൾ ബ്ലെൻഡിങ് കമ്പനിയിലെ ജീവനക്കാരും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരും എല്ലാം ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഏകദേശം 40ഓളം പേര് ഇതുവരെ ചോദ്യം ചെയ്തു. ട്രക്കുടമ, മില്ലുടമ ഉൾപ്പെടെയുള്ളവർ. അങ്ങനെ 5 പേരുടെ അറസ്റ്റ് ഔദ്യോഗികമായി ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ബ്രോക്കർമാർക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. പക്ഷേ ഇതിന് പിറകിൽ ഒരു വലിയ മാഫിയ എന്നോണം തന്നെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടാകണം, അല്ലെ? പല ഇപ്പം സ്വകാര്യ ഏജൻസിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെങ്കിൽ പോലും, മോഷണം നടത്തിയതെങ്കിൽ പോലും സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇതിന്റെ ഭാഗവാക്കാകാനുള്ള സാധ്യതയാണല്ലോ അല്ലേ കാണുന്നത്? പക്ഷേ തീർച്ചയായും, കാരണം കേവലം ഒരു മില്ലുടമ മാത്രം വിചാരിച്ചാൽ നടത്താവുന്ന ഒരു തട്ടിപ്പല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന പഴയ അരി, അതും ഫോർട്ടിഫൈഡ് റൈസ്, അത് എത്തനോൾ ബ്ലെൻഡിങ്ങിനായി നൽകുന്നു. എത്തനോൾ ബ്ലെൻഡിങ്ങിനായി വൻ തുക സബ്സിഡി നൽകുന്നു. എന്നാൽ ആ അരി തന്നെ വീണ്ടും ഒരു മില്ലിലേക്ക് എത്തിച്ച് അത് പുതിയ ബാഗുകളിലാക്കി വീണ്ടും കൊണ്ടുപോയി ഇടുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിലേക്ക് തന്നെയാണ്. അത് പുതിയ അരിയായി വരുമ്പോൾ അത് പിന്നീട് ഈ പറയുന്നത് പോലെ എത്തനോൾ ബ്ലെൻഡിങ്ങിലേക്ക് ആവില്ല പോവുക. പകരം നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിലേക്ക് എല്ലാം അരി എത്തുകയും അത് നമ്മളുടെ എല്ലാ വീടുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ കാലപ്പഴക്കം കൊണ്ട് പഴകിയ അരി എത്തനോൾ ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കാതെ അത് പുതിയ പേരുകളിലാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി വീണ്ടും വിൽപ്പന നടത്താനുള്ള ഒരു വളഞ്ഞ വഴിയാണ് എന്തായാലും ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്. ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട ആളുകളിലേക്കുള്ള അന്വേഷണത്തിനായുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ ഇനി ചോദ്യം ചെയ്യുന്നത് സ്വകാര്യ ഏജൻസി മോഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള വിവരമാണ് വിഷ്ണു പ്രസാദ് നൽകുന്നത്.